ഈ ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് ആണിൻ്റെ മുകളിൽ ചവിട്ടി നിൽക്കാനുള്ളൊരു അവകാശമായിട്ടുള്ള സംഭവമല്ല. അതൊക്കെ ഒരു കണ്ടൻറ്റാണ്. ഒരു മിനിറ്റിന് താഴെയുള്ള വീഡിയോയ്ക്കകത്ത് ഞങ്ങൾക്ക് ഹെലികോപ്റ്റർ വിളിച്ചുകൊണ്ടൊന്ന് ഷൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതിനൊക്കെയുള്ള ഫെസിലിറ്റി ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. പെൺകുട്ടി തിരിച്ചടിക്കുമ്പോൾ ഇതൊന്നും ചോദിക്കാനില്ലേ? അപ്പോൾ ദയവ് ചെയ്ത് കണ്ടൻറ്റായിട്ട് കഷ്ടപ്പാടിനൊന്നും നിങ്ങൾ പരിഗണനയൊന്നും തരണ്ട. പക്ഷേ അതിൻ്റെ കീഴിൽ വന്ന് ഇമാതിരി ഊളത്തരങ്ങൾ അടിച്ചു വിടരുത്. ഹലോ, നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഞാൻ വരുമെന്ന്. കാര്യം വേറൊന്നുമല്ല, എനിക്ക് ഈ സബ്ജക്റ്റ് ഇതൊന്നും എനിക്ക് തീരെ പിടിത്തമുള്ളൊരു സബ്ജക്റ്റല്ല. കാര്യം എന്തിനാ അവരുടെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ എന്നുള്ളൊരു ചിന്താഗതിയുള്ള ഒരാളാണ്. എന്നാലും ഇതൊക്കെ കാണുമ്പോൾ പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കത് ശരിയോ തെറ്റോ എന്ത് വേണമെന്നുണ്ടെങ്കിലും തോന്നാം. പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ. ഇതാണ് വീഡിയോ. നമ്മളിപ്പോൾ റീസെൻ്റായിട്ടൊരു ഒരാഴ്ച മുമ്പെങ്ങും എന്തോ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോ ഞാൻ സൈഡിൽ അറ്റാച്ച് ചെയ്യുകയാണേ. ഇതാണ് ആ വീഡിയോ. ഇത് ആക്ച്വലി ഒരു വീഡിയോ നമ്മൾ കാണാം. ഇതാണ് വീഡിയോ. ഇതിന് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 4 മില്യൺ എബോ 4.6 മില്യൺ വ്യൂവേഴ്സും അതുപോലെ തന്നെ 224 ലൈക്കും അത്രയും വ്യൂസ് നന്നായിട്ട് റീച്ച് പോയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഒരു 1234 കമൻറ്റ്സ് വന്നിട്ടുണ്ട്. ഇതിൽ ഈ 1324 കമൻറ്റ്സിലും ഇല്ലാത്തൊരു പ്രത്യേകത ഒരു കമൻറ്റിൽ ഞാൻ കണ്ടു. ഡോണ്ട് സിംപ്ലിഫൈ ഡൊമസ്റ്റിക് വയലൻസ് ലൈക്ക് ദിസ്. അപ്പോൾ അതിന് താഴെ വന്നിട്ട് കുറേ പേര് അവരെ സപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്, കുറേ പേര് എഗെയിൻസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ഇതിനകത്ത് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ഫണ്ണി കണ്ടൻറ്റാണ്. അപ്പോൾ ഇതൊരു ഫണ്ണി കണ്ടൻറ്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ ഇതിനെ നോക്കി കാണണമെന്നാണ്. കാര്യം ഞങ്ങൾ റീസെൻ്റായിട്ട് ഒരുപാട് കണ്ടൻറ്റ് ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് റീസെൻ്റായിട്ട് ഞാൻ ചെയ്തൊരു കൊച്ചുകുട്ടിയെ റേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ കയറി എന്താ പറയുക, ആ കുട്ടിയെ തട്ടിക്കൊണ്ട് പോകാൻ പോകുന്നു. അപ്പോൾ അതിൻ്റെ വയ്യാത്തൊരച്ഛൻ എന്നെ ഇടിക്കുന്നു, രക്ഷപ്പെടുന്നു, ഇങ്ങനെയൊക്കെയുള്ള കണ്ടൻറ്റ് ഇടാം. അപ്പോൾ ഈ ഒരു കണ്ടൻറ്റ് ചെയ്ത് എനിക്ക് ആ ഒരു കണ്ടൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് രണ്ട് ക്യാരക്ടറാണെന്നെങ്കിലും അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കാനുള്ളൊരു ബോധം ഉണ്ടായിരിക്കണം. ഇതിൽ കാണുന്ന ഞാനൊരു വേറൊരു വീഡിയോയും കൂടെ കാണിച്ചു തരാം. ഇതെന്നെ അടിക്കുന്നൊരു വീഡിയോ ആണ്. ഈ വീഡിയോയിൽ ആരും വന്ന് നെഗറ്റീവ് ഒന്നും പറഞ്ഞിട്ടില്ല. കാര്യം ഒരു പെൺകുട്ടി എന്നെ തല്ലിയതുകൊണ്ട് അവിടെ ഒരു ഇഷ്യൂ നടക്കുന്നില്ല, ഒരു ഇഷ്യൂ ഇല്ല, അതിനെക്കുറിച്ച് ആരും സംസാരിക്കുന്നുമില്ല, കാര്യങ്ങളുമില്ല, ഒന്നുമില്ല. കാര്യം നേരെ മറിച്ചാണ് സംഭവിച്ചത്. ഒരു ആൺകുട്ടി പെൺകുട്ടിയെ തല്ലുന്ന ഒരു വീഡിയോ ക്ലിപ്പിങ്സ്, അതൊരു കണ്ടൻറ്റാണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത കുറേ എണ്ണം വന്നിട്ട് അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുമ്പോൾ ഈ വീഡിയോയുടെ താഴെ എന്തുകൊണ്ട് ഒരു കമൻറ്റ് പോലും ഒരു ബോയിയെ തിരിച്ചടിച്ചുകൊണ്ടാണോ? അപ്പോൾ അങ്ങനെ ചോദിക്കുന്നവരുടെ മുമ്പിൽ, ഇങ്ങനെ കമൻ്റ് ഇടുന്നവരുടെ മുമ്പിൽ ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നിയില്ലേ? കുറേ ഫെമിനിസ്റ്റ് ചിന്താഗതിയും അല്ലെങ്കിൽ ഈ ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് ആണിൻ്റെ മുകളിൽ ചവിട്ടി നിൽക്കാനുള്ളൊരു അവകാശമായിട്ടുള്ള സംഭവമല്ല. ഇക്വാലിറ്റിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈക്വലായിട്ട് ചിന്തിക്കുക. ഇങ്ങനെയുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ താഴെ വന്നിട്ട് പറയും ഡൊമസ്റ്റിക് വയലൻസ് ഒന്നും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ഇതെന്തുകൊണ്ട് പെൺകുട്ടിയെ അടിക്കുന്ന ഒരു ദൃശ്യം മാത്രം എടുത്തിട്ട് അതിൻ്റെ അടിയിൽ മാത്രം ഈ ഡൊമസ്റ്റിക് വയലൻസ് മറ്റത് മറിച്ചതെന്ന് പറയുന്നത്? ഇനി അതല്ല, ഇനി എൻ്റെ പ്രൊഫൈലിൽ തന്നെ വേറൊരു വീഡിയോയും കൂടെ കാണിച്ചു തരാം. ഒരു കാല് വയ്യാത്ത ആളായിട്ടാണ് ഈ ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാമല്ലോ. ഈ ഒരു സീൻ നോക്കും. ഈ സീൻ കണ്ടല്ലോ. ഇതൊരു കണ്ടൻ്റാണെന്ന് ഞങ്ങൾക്കും അറിയാം, കാണുന്ന പ്രേക്ഷകർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ഇത് സാമാന്യ ബോധമുള്ള എല്ലാവർക്കും ചിന്തിക്കാൻ പറ്റും. ഇതൊരു എന്താ പറയുക, ആ തീമിനെ ബേസ് ചെയ്ത് ഞങ്ങൾ തന്നെ സ്ക്രിപ്റ്റ് റെഡിയാക്കി അതിനെ റിലേറ്റ് ചെയ്ത് എഴുതിയൊരു സംഭവമാണ്. അപ്പോൾ ഈ സാധനം കാണുമ്പോൾ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഈ
നേരത്തെ ആ ഒരു കണ്ടൻറ്റിനകത്തെ പോലെ വുമണിനെ അടിക്കുന്നത് പോലെ തിരിച്ചെന്തുകൊണ്ട് ഇത് ഇവിടെ ആണും പെണ്ണും എന്നുള്ളൊരു കോൺസെപ്റ്റ് എടുത്ത് മാറ്റി വെക്കുക. രണ്ടുപേരെ അഭിനയിക്കുന്നു, ആ അഭിനയം അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ആക്ട്, ആ ഇതിനെ മാത്രം ബേസ് ചെയ്ത് സംസാരിക്കുക. അതല്ലാണ്ട് ഡൊമസ്റ്റിക് വയലൻസ് മാങ്ങ തേങ്ങ എന്നൊക്കെ പറഞ്ഞ് എന്ത് മണ്ടന്മാരാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കുറേ ഫെമിനിസ്റ്റുകളാണ് കേട്ടോ. അതായത് ഫെമിനിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്ന ഒറിജിനൽ ഫെമിനിസ്റ്റുകൾ ഇങ്ങനെ സംസാരിക്കാറില്ല. അവരെന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതായത് റിയലായിട്ടുള്ള ഫെമിനിസ്റ്റ് ചിന്താഗതിയുള്ള ഒരു ഈക്വാലിറ്റിക്ക് വേണ്ടി സംസാരിക്കും. അല്ലെങ്കിൽ ഇതുപോലെ ആണിൻ്റെ മേളിൽ ചവിട്ടി നിൽക്കണം, ആണിൻ്റെ തലയുടെ മേളിൽ നിൽക്കണം എന്ന് പറയുന്നവർ ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കില്ല. കാര്യം എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് ഞാൻ ഇടുന്നതിൽ എന്നെ അടിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ആൺകുട്ടി അടിക്കുന്ന വീഡിയോസ്, പെൺകുട്ടി അടിക്കുന്ന വീഡിയോസൊക്കെ ഇതിനകത്ത് ആവശ്യം വന്നാൽ, സീനിനകത്ത് ആവശ്യം വന്നു കഴിഞ്ഞാൽ യൂസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ തിരിച്ചും അതൊരു ഫണ്ണി വീഡിയോയ്ക്കകത്ത് വന്ന് സീരിയസ് പ്രതീക്ഷിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡോണ്ട് സിംപ്ലിഫൈ ഡൊമസ്റ്റിക് വയലൻസ്, അങ്ങനെയാണെങ്കിൽ എന്നെ അടിക്കുന്ന വീഡിയോസ് ഉണ്ടല്ലോ അതും ഡൊമസ്റ്റിക് വയലൻസ് തന്നെയാണല്ലോ. ആണിനെയാണെങ്കിലും പെണ്ണിനായാലും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡൊമസ്റ്റിക് വയലൻസിൽ തന്നെ പെടുന്നതാണ്. എന്തുകൊണ്ട് പക്ഷേ ഒരു പെൺകുട്ടിയുടെ അടിക്കുന്ന വീഡിയോയുടെ താഴെ തന്നെ വന്നിങ്ങനെ പെൺകുട്ടി തിരിച്ചടിക്കുമ്പോൾ ഇതൊന്നും ചോദിക്കാനില്ലേ? അപ്പോൾ ദയവ് ചെയ്ത് കണ്ടൻറ്റായിട്ട് മനസ്സിലാക്കി, അങ്ങനെ മനസ്സിലാക്കാൻ ബുദ്ധിയും വിവേകവും ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് സംസാരിച്ചിട്ട് കാര്യമില്ല. ദയവ് ചെയ്ത് അല്പം ബോധം കാണിക്കുക, അത്രേ പറയാനുള്ളൂ. ഇതൊക്കെ ഒരു കണ്ടൻറ്റാണ്. ഒരു മിനിറ്റിന് താഴെയുള്ള വീഡിയോയ്ക്കകത്ത് ഞങ്ങൾക്ക് ഹെലികോപ്റ്റർ വിളിച്ചുകൊണ്ടൊന്ന് ഷൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതിനൊക്കെയുള്ള ഫെസിലിറ്റി, ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്, ചെറിയ മൈക്കിലാണ് അത് യൂസ് ചെയ്യുന്നത്, ഇതൊക്കെ യൂസ് ചെയ്താണ് കഷ്ടപ്പെട്ടാണ് റോഡിലും പുറത്തുമൊക്കെ പോയി ഒന്ന് ഷൂട്ട് ചെയ്യുന്നത്. കഷ്ടപ്പാടിനൊന്നും നിങ്ങൾ പരിഗണനയൊന്നും തരണ്ട. പക്ഷേ അതിൻ്റെ കീഴിൽ വന്ന് ഇമാതിരി ഊളത്തരങ്ങൾ അടിച്ചു വിടരുത്. വേറൊന്നും കൊണ്ടല്ല, ഈ ചെറിയ നിസാരം ഒരു മിനിറ്റിന് താഴെ വരുന്ന വീഡിയോയിൽ വന്ന് ഡൊമസ്റ്റിക് വയലൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നുണ്ടേ. പെണ്ണിനെ മാത്രം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ വൈഫിനെ പിടിച്ച് നിർത്തി അവൾക്ക് അടി കൊടുക്കുന്ന ക്യാരക്ടറല്ല. എനിക്ക് കിട്ടേണ്ടതാണെങ്കിൽ എനിക്ക് എന്നെ അവളടിക്കുന്നുണ്ടല്ലോ, അതിനിടയിലൊന്നും ആരും ഇങ്ങനെ ഒന്ന് കമൻറ്റ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഈ ഫെമിനിസ്റ്റ് ചിന്താഗതിയായിട്ട് ഫെമിനിസം തലയ്ക്ക് പിടിച്ച് നടക്കുന്നവരുടെ പറയാൻ ഇത്രയേ ഉള്ളൂ. ഒരു ക്രിയേറ്റർ എന്നുള്ള നിലയ്ക്ക്, മനസ്സിലായില്ലേ, ഒരു ക്രിയേറ്റർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ അവകാശവും എൻ്റെ സ്വാതന്ത്ര്യവുമാണ് വീഡിയോ എങ്ങനെ മേക്ക് ചെയ്യണമെന്നുള്ളത്. മനസ്സിലായില്ലേ? ആ സ്വാതന്ത്ര്യം വെച്ച് ഞാൻ എന്തായാലും ഞാൻ മേക്ക് ചെയ്യും. അല്ല നിങ്ങൾക്ക് ഇതുപോലത്തെ കമൻറ്റ്സ് ഇടണമെന്നുണ്ടെങ്കിൽ ഇട്ടോ, ധൈര്യമായിട്ട് ഇട്ടോ, ഒരു കുഴപ്പമില്ല. പക്ഷേ എൻ്റെ ക്രിയേറ്റിവിറ്റിയിലും എൻ്റെ ഫാമിലി ഞങ്ങൾ ഒന്നിച്ച് കൂടിയിരുന്നാണ് ഐഡിയാസ് സംസാരിക്കുന്നത്. അപ്പോൾ ആ സംസാരിക്കുമ്പോൾ എൻ്റെ ക്രിയേറ്റിവിറ്റി അവർ അക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മാത്രം ഞങ്ങൾ അങ്ങനെ ഒരു ഷൂട്ട് വെക്കുകയുള്ളൂ. അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഈ പറയുന്ന പോലെ കമൻറ്റ്സ് ശരിയാവാം. നിങ്ങൾ പറയുന്ന ഓക്കെ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയും, ഫണ്ണി വീഡിയോയിൽ വന്ന് ഡൊമസ്റ്റിക് വയലൻസ് ഓക്കെ, അത് എൻ്റെ ഭാഗത്താണ് എനിക്ക് തെറ്റെന്ന് ഞാൻ പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാ വീഡിയോയിലും എന്നെ അടിക്കുന്ന വീഡിയോസിലും എനിക്ക് അടി കിട്ടുന്ന വീഡിയോസിലും ഒക്കെ വന്ന് ഇങ്ങനെ അടിക്കൂ, അത് കമൻറ്റ് ചെയ്യൂ. അല്ലാണ്ട് ഇതിപ്പോൾ പെണ്ണിന് മാത്രം ഒരടി കിട്ടുമ്പോഴത്തേക്ക് ഡൊമസ്റ്റിക് വയലൻസ്, ആണിനെ അടിച്ചാലും കൊന്നാലും ഒന്നും ആരും സംസാരിക്കാനും ഇല്ല, ചോദിക്കാനും ഇല്ല എന്നുള്ളൊരു ന്യായം അത് തെണ്ടിത്തരമാണ്. ഇങ്ങനെ വന്നിട്ട് ഈ ഡൊമസ്റ്റിക് വയലൻസ്, ഫെമിനിസം ഇതൊക്കെ കൂടെ കുത്തി നിറച്ച് ദയവ് ചെയ്ത് ഉള്ള മൈൻഡ് സെറ്റ് കളയരുത്. അല്ലെങ്കിൽ പിന്നെ എൻ്റെ വീഡിയോയിലും താഴെ വന്നിട്ട് എന്നെ അടിക്കുന്ന വീഡിയോയിലും വന്ന് പറ ആ ചേട്ടനെ അടിക്കാൻ പാടില്ല, അത് ഡൊമസ്റ്റിക് വയലൻസ് ആണ് എന്നൊക്കെ പറഞ്ഞു. ഇത് പെണ്ണിനൊരു അടി കിട്ടിയപ്പോൾ ഡൊമസ്റ്റിക്, അത് വീഡിയോയുടെ ഒരു ചിന്താഗതി പോലും മനസ്സിലാക്കാൻ ടാലൻ്റ് ഇല്ല അല്ലെങ്കിൽ കഴിവില്ലാത്തവരെ പിന്നെ എന്ത് ചെയ്യണം? അത്യാവശ്യം ഇംഗ്ലീഷിലൊക്കെയാണ് ഇതിട്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ അറിയാം അത്യാവശ്യം പഠിപ്പവും വിവരമുള്ളവരാണെന്ന്. അപ്പോൾ ഒരു വീഡിയോയുടെ കണ്ടൻറ്റിനെ അത് ഒരു കോമിക് കണ്ടൻറ്റായിട്ട് കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് മണ്ടന്മാരാണോ? ഇത്രേ പറയാനുള്ളൂ. ബോധമില്ലാത്തവനെ അല്ലെ ബോധമില്ലാത്തവളെ ഒരു കണ്ടൻറ്റാണ്. അല്ലെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല. ബൈ.